ഒറ്റപ്പാലത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. RS റോഡിനോട് ചേർന്ന ചന്തപ്പുരയിലാണ് കാൽപ്പാടുകൾ കണ്ടത്. വനം വകുപ്പെത്തി കാൽപ്പാട് പുലിയുടേത് അല്ലെന്ന് സ്ഥിരീകരിച്ചു. മണിക്കൂറുകളോളം പരിഭ്രാന്തിയിലായ ജനങ്ങളുടെ ആശങ്കയൊഴിഞ്ഞത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ്. പുലർച്ചെ 2 മണിയോടെയാണ് നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ യുവാവ് പുലി റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടെന്ന വിവരം ഒറ്റപ്പാലം പോലീസിനെയും വനം വകുപ്പിനെയും അറിയിച്ചത്. ഇതിനു പിന്നാലെ സമീപത്തായി കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു. കണ്ടതും ആ സ്പോട്ടിൽ സ്റ്റേഷനിലേക്ക് രണ്ടാള് താമസിക്കുന്നുണ്ട്. രാത്രി ആയി നോക്കി ഒരു 11-12 മണിയൊക്കെ നായ്ക്കളൊക്കെ കൂടി ചുറ്റായി ഉള്ളിക്ക് പോകും. ഇതിനകത്ത് ഉള്ളിലേക്ക് പോകണ്ട. അവര് കണ്ടിട്ട് കള്ളന്മാരെ വെച്ചിട്ട് അവര് അവിടുന്ന് ഇതൊക്കെ എടുത്ത് അവര് പോയില്ല. വിവരം പുറത്തുവന്നതോടെ നഗരത്തിലെത്തിയവർ പരിഭ്രാന്തരായി. രാവിലെ കുളപ്പുള്ളിയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേത് അല്ലെന്ന് വ്യക്തമാക്കി. കാട്ടുപൂച്ചയുടെ കാൽപ്പാടുകളാണെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ഒറ്റപ്പാലത്ത് ഒരു പുലി ഇറങ്ങിയായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കാൻ വന്നതാണ്. സ്റ്റാഫും കൂടെയുണ്ട്. കാൽപ്പാദം പരിശോധിച്ചതിൽ പുലിയതായിട്ട് തോന്നുന്നില്ല, കാട്ടുപൂച്ചയുടെ ആണെന്നാണ് സംശയം. എന്തുവായാലും കാൽപ്പാദം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും കാണുകയാണെങ്കിൽ ക്യാമറ ട്രാപ്പ് പോലുള്ള സാധനങ്ങൾ നമ്മൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുവായാലും ഓഫീസിൽ പോയിട്ട് ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. തൽക്കാലം പുലി അല്ല എന്ന് തന്നെയാണ് നമ്മുടെ പരിചയം കൊണ്ട് മനസ്സിലാവുന്നത്. പുലി അല്ലെന്ന് തന്നെയാണ്. രാത്രിയിലാണ് ഓട്ടോ ഓടിക്കുന്ന ഫവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടേക്കുന്നത്. പുള്ളിയെ കാണിച്ചപ്പോഴും 2 ഫോട്ടോ കാണിച്ചപ്പോഴും പുള്ളിക്ക് ഒരു സംശയമായിട്ടിരിക്കുകയാണ്. ഒരു കാട്ടുപൂച്ചയുടെ സാമ്യം പുള്ളിയും പറയുന്നുണ്ട്. എന്തുവായാലും പുലി അല്ല എന്ന് തന്നെയാണ് നമ്മുടെ ഊഹം. ജനങ്ങളിൽ ആശങ്ക പടർന്ന സാഹചര്യത്തിൽ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ച് നിരീക്ഷണം ഉറപ്പാക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കുളപ്പുള്ളി ഫോറസ്റ്റർ ജി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ N പ്രശാന്ത്, റെസ്ക്യൂ വാച്ചർ CP സദാശിവൻ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. കാൽപ്പാടുകളുടെ അളവെടുത്ത് വിദഗ്ധ സംഘത്തിന് അയച്ചു നൽകിയ ശേഷമാണ് പുലിയുടേതല്ലെന്ന് വ്യക്തമായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.